ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്ററിയുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1-ലെ 6ാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റ് എന്ന് വെച്ചാൽ ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. 6ാമത്തെ ബ്ലോക്കിൽ 5ാമത്തെ യൂണിറ്റിൻ്റെ പേര് കേരള അണ്ടർ ദ ബ്രിട്ടീഷ് എന്നാണ്. അതായത് കേരളം ബ്രിട്ടീഷുകാർക്ക് കീഴിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അതുതന്നെയാണ് പേരെന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ യൂറോപ്യൻ ശക്തികളുള്ള മാർത്താണ്ഡവർമ്മയുടെയും തുടർന്നുള്ള ഭരണാധികാരികളുടെയും സമീപനങ്ങൾ എങ്ങനെയായിരുന്നു, അപ്പോൾ അത് രണ്ടായിട്ട് തന്നെ നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം മാർത്താണ്ഡവർമ്മയുടെ സമീപനം എന്തായിരുന്നു നോക്കുക. യുദ്ധവും ശക്തമായ ഒരു സമീപനവുമായിരുന്നു മാർത്താണ്ഡവർമ്മയുടേത്. 1741 കുളച്ചൽ യുദ്ധത്തിൽ അദ്ദേഹം ഡച്ചുകാരെ പരാജയപ്പെടുത്തി. നിർണായകമായിട്ട് അവരെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിദേശ ശക്തികളെ തളർത്തിയ ആദ്യത്തെ ഭാരതീയ രാജാവായിട്ട് മാറി. വിദേശികൾ രാജ്യകാര്യങ്ങളിൽ ഇടപെടുന്നതിന് അദ്ദേഹം എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. എന്നാൽ അവരുടെ ഇടപെടലില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. അതുകൊണ്ട് തന്നെ വിദേശ വ്യാപാരികൾക്ക് തങ്ങളുടെ നിയന്ത്രണങ്ങളില്ലാതെ മാത്രം വ്യാപാരം നടത്താനുള്ള അനുമതിയാണ് നൽകിയത്. അതായത് ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലാണ് പല വിദേശികളും വ്യാപാര ബന്ധം നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണമില്ലാതെ അവരുടെ ഇഷ്ടപ്രകാരം അതായത് കേരളത്തിലെ നിയമം എന്തോ അതനുസരിച്ച്, ഭരണാധികാരിയുടെ നിയമം എന്തോ അതനുസരിച്ച് അവരതിനെ നിയന്ത്രിക്കുകയും കടിഞ്ഞാണിടുകയൊക്കെ ചെയ്യും. ആ രീതിയിലുള്ള ഒരു വ്യാപാരത്തിന് മാത്രമേ മാർത്താണ്ഡവർമ്മ വിദേശികൾക്ക് അനുമതി നൽകിയിരുന്നുള്ളൂ. അങ്ങനെ അവരുടെ സ്വാധീനത്തിൽ ആശ്രയിക്കാതെ സ്വന്തമായ നിയന്ത്രണം മാർത്താണ്ഡവർമ്മ നിലനിർത്തി. ഇനി മാർത്താണ്ഡവർമ്മയെ തുടർന്നുള്ള ഭരണാധികാരികളുടെ സമീപനം എന്താണെന്ന് വെച്ചാൽ, മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന ഭരണാധികാരികൾ യൂറോപ്യൻ ശക്തികളോട് തർക്കം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. അതൊരു ഏറ്റുമുട്ടലില്ലാതെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. പ്രത്യേകിച്ച് ധർമ്മരാജാവിൻ്റെയൊക്കെ കാലത്ത് ബ്രിട്ടീഷുകാരോട് കൂടുതൽ സഹകരണ മനോഭാവമാണ് വളർത്തിയിരുന്നത്. കൂടുതൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക തന്നെയാണ് ചെയ്തിരുന്നത്. കൂടാതെ ബ്രിട്ടീഷ് മാതൃകയെ ആശ്രയിച്ചുള്ള ഒരു ഭരണ സംവിധാനങ്ങളും ഭരണരീതികളും ഒക്കെ പിന്നീടുള്ള ഭരണാധികാരികൾ ഉൾക്കൊള്ളുകയും ചെയ്തു. ഇതാണ് മാർത്താണ്ഡവർമ്മയുടെയും ശേഷമുള്ള ഭരണാധികാരികളുടെയും ബ്രിട്ടീഷുകാരോടും അല്ലെങ്കിൽ വിദേശ ശക്തികളോടുള്ള സമീപനം. പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം മലബാറിൽ ചെലുത്തിയ സാമൂഹിക സാമ്പത്തിക ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് സാമൂഹിക ആഘാതങ്ങൾ നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഹിന്ദു സാമൂഹിക ഘടനയിലെ ഉന്നത ജാതിക്കാർക്ക് കൂടുതൽ സംരക്ഷണം ഉണ്ടായി. അതേസമയം താഴ്ന്ന ജാതിക്കാർക്ക് വളരെയധികം അവഗണനകൾ നേരിടേണ്ടതായിട്ടും വന്നു. ജാതി വ്യവസ്ഥ കൂടുതൽ കെട്ടിപ്പടുക്കുകയും സാമൂഹിക ചേരിതിരിവുകൾ അവർ ശക്തമാക്കുകയും ചെയ്തു. ഇനി മതപരമായ ഇടപെടൽ നോക്കിയാലോ, ക്രൈസ്തവ മതപ്രചാരണത്തിന് ബ്രിട്ടീഷുകാർ സംരക്ഷണം കൊടുത്തു. അതുകൊണ്ട് ഹിന്ദുമതാനുയായികളിലുണ്ടായിരുന്ന അതുപോലെ മുസ്ലിം അനുയായികളിലും ഉണ്ടായിരുന്ന ആശങ്ക വർദ്ധിച്ചു. അവർക്കെതിരെ എതിർപ്പുമുണ്ടായി. ആശങ്ക വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ എതിർപ്പും ഉണ്ടായി. ഇത് മതാത്മക സംഘർഷങ്ങളിലേക്കും സാമൂഹിക അനിശ്ചിതത്വത്തിലേക്കൊക്കെ വഴിയൊരുക്കി. ഇനി സാമ്പത്തിക ആഘാതങ്ങൾ നോക്കിയാലോ, ബ്രിട്ടീഷ് ജമീന്ദാരി പദ്ധതി കൊണ്ടുവന്നല്ലോ, നികുതി സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടി ജമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നല്ലോ. ജമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇടനിലക്കാരനെ, ജമീന്ദാർ എന്ന് വിളിക്കുന്ന ഒരു പേരിട്ട് വിളിക്കുന്ന ഒരു ഇടനിലക്കാരനെ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കുക. അപ്പോൾ ജമീന്ദാർ എന്ത് ചെയ്യും? നല്ലൊരു നികുതി കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കും. അതിൽ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുന്നത് അവർക്ക് കൊടുക്കും, അല്ലാത്തതോ ബാക്കി വരുന്നത് അയാൾക്കും ആ ജമീന്ദാർക്കും കിട്ടണം എന്ന രീതിയിൽ അത്രയും കഠിനമായ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു തുക ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു തുക ജമീന്ദാർ കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കുന്നൊരവസ്ഥ. അതാണ് ജമീന്ദാരി സമ്പ്രദായം കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ജമീന്ദാരി പദ്ധതി ആവിഷ്കരിച്ചതോടെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നഷ്ടമായി. ഭൂരിപക്ഷം കൃഷിയിടങ്ങളിലെ കൂലിവേലക്കാരായിട്ട് മാറി എന്നാണ് പറയുന്നത്. എന്താ കൂലിവേലക്കാരായിട്ട് മാറി എന്ന് പറഞ്ഞാൽ, ഈ നികുതി കൊടുക്കാൻ വേണ്ടി മാത്രം, ജമീന്ദാർക്ക് കൂലി കൊടുക്കാൻ വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന ആളുകളായിട്ട് മാറി. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾ പാടെ തകർന്നു. ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് കൈത്തറി വ്യവസായം അടക്കം കനത്ത തകർച്ച നേരിട്ടു. അതുപോലെ കർഷകർക്ക് കനത്ത നികുതി ഭാരം ഏർപ്പെടുത്തിയപ്പോൾ പലർക്കും ഭൂമി നഷ്ടപ്പെടുത്തിയിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ നികുതി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പിന്നെ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കന്നെ. അങ്ങനെ ഭൂമി നഷ്ടപ്പെടുത്തിയിട്ട് കൃഷിയല്ലാത്ത മറ്റ് തൊഴിലുകൾ അന്വേഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പുകളും തയ്യാറെടുപ്പല്ല, അവർ പോവുക തന്നെ ചെയ്തു. ബ്രിട്ടീഷ് കമ്പനികൾ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലക്ക് വാങ്ങി, എന്നിട്ടോ അത് വില കൂടിയ വിപണിയിൽ കൊണ്ടുപോയിട്ട് വിറ്റു. ഇതെല്ലാം ബ്രിട്ടീഷ് ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിലേക്ക് നയിച്ച സംഭവങ്ങളാണ്.
അപ്പോൾ എന്തൊക്കെയാണ്, ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടി ഒന്ന് ചുരുക്കിയിട്ട് പറയാം. മാർത്താണ്ഡവർമ്മയുടെയും ശേഷമുള്ള ഭരണാധികാരികളുടെയും കീഴിൽ ഉള്ള ബ്രിട്ടീഷുകാരോടുള്ള സമീപനം വിലയിരുത്താനാണ് ആദ്യം ഒന്ന്. അപ്പോൾ അതിലാദ്യം നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ സമീപനം പറയുന്നത് നമ്മൾ ശക്തമായിട്ട് ബ്രിട്ടീഷുകാരോടും നല്ല വിദേശികളോട് എതിർത്ത് നിൽക്കുന്ന നയമാണ് മാർത്താണ്ഡവർമ്മക്കുണ്ടായിരുന്നത്. ശേഷം വന്ന ഭരണാധികാരികൾ നമ്മളൊരാളെ പേരെടുത്ത് പറഞ്ഞ ആരാണ്, ധർമ്മരാജാവിനെ മാത്രമാണ് കേട്ടോ. അദ്ദേഹം അവരോട് സഹകരിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന് ശേഷം, അതായത് ധർമ്മരാജാവിന് ശേഷമുള്ള ഭരണാധികാരികൾ ബ്രിട്ടീഷ് ഭരണരീതികളും ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനങ്ങളും ഒക്കെ അതേപടി പകർത്താൻ ശ്രമിച്ച ഭരണാധികാരികളായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി പോയിൻ്റായിട്ട്. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, ബ്രിട്ടീഷ് ആധിപത്യം മലബാറിലുണ്ടാക്കിയ സാമൂഹിക സാമ്പത്തിക മതപരമായ പ്രത്യാഘാതങ്ങളാണ്. അപ്പോൾ സാമൂഹിക ആഘാതത്തിൽ എന്താണ്, ഹിന്ദു സാമൂഹിക ഘടനയിലെ ജാതി വ്യവസ്ഥയെ അവർ കർശനമാക്കി അതായത് ജാതി വ്യവസ്ഥ അവർ നടപ്പിലാക്കുന്ന രീതിയിലല്ല, ഉന്നത ജാതിക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു വിഭാഗത്തെ തളർത്തി നിർത്തി. അങ്ങനെയാണ്. അപ്പോൾ ആ ജാതി വ്യവസ്ഥ എന്താണ്, ജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്പർദ്ധ, അല്ലെ, ഒരു ജാതീയമായ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം. പിന്നെ മതപരമായ ഇടപെടൽ നോക്കിയാലോ, അവർ ക്രൈസ്തവ മതത്തിനാണ് കൂടുതൽ പ്രോത്സാഹനം നൽകിയതും അത് പ്രചരിപ്പിക്കാനും മതപരിവർത്തനം നടത്താനും ഒക്കെയാണ് ശ്രമിച്ചത്. അപ്പോൾ അത് ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ആശങ്കയും ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പിനും കാരണമായി. അതാണ് പിന്നെ മതപരമായിട്ടുള്ള മതരംഗത്തുള്ള ഇടപെടലുകൾ. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ, അത് നമ്മൾ പറഞ്ഞില്ലല്ലോ നേരത്തെ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ മിഷനറിമാർ ആരംഭിച്ച പാശ്ചാത്യ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് പുതിയ അവസരങ്ങളൊക്കെ നൽകി. പഴയ സാമൂഹിക ഘടനകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. അതായത് ജനങ്ങൾ അതിന് മാത്രം കാര്യങ്ങൾ പഠിച്ചെടുത്തു. സാധാരണക്കാർക്കും വിദ്യാഭ്യാസം ലഭിച്ചു, അല്ലെങ്കിൽ അതും ലഭിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്നതിനും അത് സഹായിച്ചു. എന്നാൽ പിന്നീട് സാമൂഹിക ഉണർവിന് ഈ വിദ്യാഭ്യാസം തുടക്കം കുറിച്ചു. അതായത് ബ്രിട്ടീഷുകാർ ചെയ്തു കൂട്ടുന്ന തെറ്റായ നയങ്ങളെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നതിനും ഇതേ വിദ്യാഭ്യാസം തന്നെ സഹായകമായി. ആളുകൾ ആ ഒരു ബോധത്തിൻ്റെ പേരിൽ, അതായത് ദേശീയ ബോധത്തിൻ്റെ കീഴിൽ ഒന്നിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയും ചെയ്തു. അതാണ് നമ്മൾ നേരത്തെ വിട്ടിട്ട് പോയതാണ് വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റങ്ങൾ. ഇനി സാമ്പത്തിക ആഘാതങ്ങളിൽ അവരുടെ നികുതി നയമാണ്. നികുതി നയത്തിലൂടെ കർഷകർ പലരും നികുതി അടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയും അവർ ഭൂമി ഉപേക്ഷിച്ച് കൃഷിയല്ലാത്ത മറ്റു തൊഴിലുകൾ തേടിപ്പോകുന്നൊരവസ്ഥ വരെ ഉണ്ടായി. പിന്നെ ഇന്ത്യയിലെ പ്രാദേശിക വ്യവസായങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, കേരളത്തിലെ കുടിൽ വ്യവസായങ്ങളൊക്കെ തകർന്നു. പിന്നെ അതുപോലെ തന്നെ കൈത്തറി വ്യവസായം, അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കൈത്തറി വ്യവസായത്തൊക്കെ അവർ കൂപ്പുകുത്തിച്ചു. പലരും ഭൂമി നഷ്ടപ്പെട്ട ആളുകളായിട്ട് മാറി. മാത്രവുമല്ല, കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ അവർ കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് വില കൂടിയ വിപണികളിൽ അത് കൊണ്ടിട്ട് വിൽക്കാനുള്ളൊരു ടെൻഡൻസിയും ആരിലുണ്ടായി, ബ്രിട്ടീഷുകാരിലുണ്ടായി. അതെല്ലാം എന്താ ഉണ്ടായത്, ബ്രിട്ടീഷ് ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിലേക്കും പിന്നെ കേരളക്കാരായിട്ടുള്ള ജനങ്ങളുടെ സാമ്പത്തികമായ പരാധീനതയിലേക്കും നയിച്ച സംഭവങ്ങളാണ്. അത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് വരുന്നത്. ഇത്രയാണ് നമ്മുടെ കേരള ഹിസ്റ്ററി പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് വരുന്ന പാഠഭാഗങ്ങളിൽ മൊത്തത്തിലുള്ളത്. ഓക്കെ, താങ്ക്സ്.